ആദ്യഘട്ടത്തിൽ ഈ ചാവർ ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന കമിക്കാസ് ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. സ്കാൽപ് മിസൈലാണെന്ന് പറയുന്നുണ്ട്. സ്കാൽപ് മിസൈലുകളിൽ ഹമ്മർ ബോംബുകളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്ന് 10 മണി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാവട്ടെ. പക്ഷേ ദിലീപ്, ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഏത് ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചാലും നമ്മുടെ സേന, നമ്മുടെ രാജ്യം, നമ്മൾ ഗണ്യമായ സംയമനം കാണിച്ചിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്. ബഹവൽപൂരിൽ നമ്മൾ ആക്രമിച്ചത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ്. അവിടെ മുറുട്കയിൽ ലഷ്കർ ഇ തോയ്ബയുടെ ബേസ് ക്യാമ്പാണ്. ഇവിടെ മുസഫറാബാദിൽ ISI പാകിസ്ഥാൻ സേന ഒരുമിച്ച് നടത്തുന്ന അവരുടെ സംയുക്ത സംരംഭം എന്നൊക്കെ പറയാവുന്ന ടെറർ ക്യാമ്പുകളാണ്, ടെറർ ക്ലസ്റ്ററുകൾ, ഈ ഭീകരവാദികളുടെ ടെറർ ക്ലസ്റ്ററുകളാണ്. അവർക്ക് പരിശീലനം കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. ഇതിനൊക്കെ നമ്മുടെ പക്കൽ വ്യക്തമായ IB റിപ്പോർട്ടുകൾ, വ്യക്തമായ തെളിവുകളുമുണ്ട്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഈ 9 കേന്ദ്രങ്ങൾ, ഈ 9 കേന്ദ്രങ്ങൾ എന്നതൊരു കൃത്യമായ ചോദ്യത്തിന് നമ്മൾ നടത്തിയ ഗണ്യമായ സംയമനത്തിന് ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാനുള്ള വ്യക്തമായ മറുപടി നമ്മുടെ പക്കൽ ഉണ്ട് താനും. ദിലീപ്, ഹാഷ്മി, ഇന്ത്യയെ സംബന്ധിച്ച് ഭീകരരുടെ ഒളിത്താവളങ്ങൾ ആക്രമിച്ചത് ഇത് സമാനതകളില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. അതായത് നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പലവട്ടം യുദ്ധം നടന്നിട്ടുണ്ട്, പലതവണ പ്രത്യാക്രമണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇത് പക്ഷേ ഭീകരർക്കെതിരായി ഇത്ര വ്യാപകമായി പാകിസ്ഥാൻ മണ്ണിൽ ആക്രമണം നടത്തുന്നത് ഇതാദ്യമായി. ദിലീപ് കുമാർ ഒരു പ്രധാനപ്പെട്ട വിവരം പങ്കുവെച്ചോട്ടെ. അതായത് PIBയുടെ ഫാക്ട് ചെക്ക് വിഭാഗം ഒരു പ്രധാനപ്പെട്ട വിവരം അറിയിക്കുന്നുണ്ട്. ഇൻ എ വീഡിയോ ഷെയർഡ് ബൈ സെവറൽ പ്രോ പാകിസ്ഥാൻ ഹാൻഡിൽസ്, ഇറ്റ് ഈസ് ബീങ് falsely claimed that the Pakistan Air Force had targeted ശ്രീനഗർ എയർബേസ്. ഇത് അങ്ങേയറ്റം തെറ്റാണ് എന്ന് PIBയുടെ ഫാക്ട് ചെക്ക് വിഭാഗം പറയുന്നുണ്ട്. അതിൽ പ്രചരിക്കുന്ന വീഡിയോ ഇതാണ്. ദ വീഡിയോ ഈസ് ഫ്രം സെക്ടേറിയൻ ക്ലാഷസ് that took place in the year 2024 in Khyber Pakhtunkhwa, Pakistan. ഖൈബർ പഖ്തൂങ്ഖ്വ പ്രവിശ്യയിൽ പാകിസ്ഥാനിൽ നടന്ന അവർ തമ്മിലുണ്ടായ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. Rely only on official government of India sources for authentic information എന്ന PIBയുടെ ഫാക്ട് ചെക്ക് വിഭാഗം പറഞ്ഞു. ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നിരവധി ആളുകൾ ഈ ശ്രീനഗറിലെ നമ്മുടെ വിമാനത്താവളം ആക്രമിച്ചോ, അതിലെന്തെങ്കിലും ഔദ്യോഗിക വിവരമുണ്ടോ എന്ന് ചോദിക്കായിരുന്നു. അപ്പോഴാണ് ഈ PIBയുടെ ഫാക്ട് ചെക്ക് വിഭാഗം ആ ചോദ്യത്തിന് ഒരു കൃത്യമായ മറുപടി നൽകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, നമ്മുടെ ശ്രീനഗറിലെ വിമാനത്താവളം സുരക്ഷിതമാണ്, ആരും ആക്രമിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ പ്രോ പാക് ഗവൺമെന്റ് മീഡിയ പ്രചരിപ്പിക്കുന്നത് ഖൈബർ പഖ്തൂങ്ഖയിൽ അവർ തമ്മിലുണ്ടായ ക്ലാഷിന്റെ ദൃശ്യങ്ങളാണ്. ശ്രീനഗറിലെ വിമാനത്താവളം സിവിലിയൻ ഓപ്പറേഷന് വേണ്ടി സിവിലിയൻ ഓപ്പറേഷന് ഇന്നുണ്ടാവില്ല ഉച്ചവരെ. ആവശ്യമെങ്കിൽ മിലിറ്ററി ബേസായി ഉപയോഗിക്കാൻ വേണ്ടി അടച്ചിരിക്കുകയാണ്. അവിടെ ഒരു ആക്രമണവും നടത്തിയിട്ടില്ല. തന്നെയുമല്ല, നമ്മളുടെ ഈ തിരിച്ചടിക്ക് പങ്കെടുത്ത മിലിറ്ററി എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത മെഷീൻ ഇതൊക്കെ സേഫായി നമ്മളുടെ ബേസിൽ എത്തിയിട്ടുണ്ട്. ആരും ആശങ്കപ്പെടേണ്ട. മറിച്ച് പ്രചരിപ്പിക്കുന്ന ചില പാക് മീഡിയ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. ജോസഫാനോട് ഈ പറഞ്ഞ ശ്രീനഗർ എയർപോർട്ടിൽ ഞാൻ കഴിഞ്ഞ ഒരു 3 നാൾ മുമ്പ് കയറി വന്നതാണ്. ശ്രീനഗർ എയർപോർട്ടൊക്കെ അവിടെയൊക്കെ ഒന്നും അങ്ങനൊന്നും കയറി ചൊറിയാൻ ഈ പാകിസ്ഥാൻകാർക്ക് കഴിയില്ല. അതിനുള്ള ആംബിയർ ഒന്നും എന്തായാലും ഇപ്പോൾ കാലിബറോ ആംബിയറോ എന്തായാലും പാകിസ്ഥാൻ ആർമിക്കൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന റഫേൽ ജെറ്റുകൾ അടിച്ചിട്ടു എന്നൊക്കെ പറയുന്ന അവരുടെ ഇൻഫർമേഷൻ മിനിസ്റ്റർ ഞാൻ നേരത്തെ വിദേശകാര്യമന്ത്രി എന്ന് പറഞ്ഞു, ക്ഷമിക്കണം, അവരുടെ ഇൻഫർമേഷൻ മിനിസ്റ്റർ അത്താവുള്ള തരാറൊക്കെ പച്ചക്കള്ളം വന്നിരുന്ന് പറയുമ്പോൾ അവരുടെ ഈ പറയുന്ന സൈബർ കടന്നൽക്കൂട്ടം എന്നൊക്കെ പറയാൻ കഴിയുന്ന അവർ കള്ളം പറയുന്ന അത്ഭുതപ്പെടാം. അവർ മന്ത്രി തന്നെ കള്ളം പറഞ്ഞു, പിന്നാണോ അവരുടെ ഈ പറയുന്ന സൈബർ കടന്നൽക്കൂട്ടം എന്ന് പറയുന്ന സംഘം ഉടായ്പാണ്, വ്യാജം പറയുന്നതാണ്. അവർ ഇൻഫർമേഷൻ മിനിസ്റ്റർ പറയണം. ഇൻഫർമേഷൻ മിനിസ്റ്റർ സ്കൈ ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ ഇത്തരത്തിൽ റഫേൽ അടിച്ചിട്ടു എന്ന് പറയുന്നു. അവരുടെ അവതാരക തിരിച്ചു തെളിവെന്താന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനത് ഏതോ മീഡിയ കണ്ടാന്ന് പറയുക. ആരാ പറയുന്നത്? അവരുടെ ഇൻഫർമേഷൻ മിനിസ്റ്റർ. വീഡിയോ ഗെയിം ആവണം എന്തായാലും അത്. മാത്രമല്ല, അവർ വീഡിയോ ഗെയിം പ്രചരിപ്പിച്ച ചരിത്രം അവർ കൊണ്ടുതാനും. അവരുടെ ഈ പറഞ്ഞ ഏറ്റവും ഒടുവിൽ എലോൺ മസ്കിന്റെ സ്പേസ് ഷിപ്പ് വിക്ഷേപിച്ചതിന്റെ ദൃശ്യങ്ങളൊക്കെ എടുത്ത് ഉടായ്പ കാണിച്ച പരിപാടി ജോസഫാനോട് ചേരുന്നുണ്ട്. ഒരാഴ്ച മുമ്പും ഇന്ത്യയുടെ 2 ഫൈറ്റർ ഫ്ലൈറ്റുകൾ വെടിവെച്ചിട്ടു എന്നൊരു കഥ പാകിസ്ഥാൻ പ്രചരിപ്പിച്ചു. വെറുതെ പറയുന്നതാണ്. അവരുടെ ഈ പറഞ്ഞ നമ്മൾ കുറേ അധികം അവരുടെ എക്സാനുകൾ മരവിപ്പിക്കാനുള്ള കാരണം ഇത്തരത്തിലുള്ള വ്യാജങ്ങൾ കൂട്ടത്തോടെ അടിച്ചിറക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അവർ വ്യാജങ്ങൾ അടിച്ചിറക്കട്ടെ, അവർ ഏതെങ്കിലുമൊക്കെ വീഡിയോ ഗെയിമുകൾ സ്വപ്നം കാണട്ടെ.